അഫാന്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മലയാളികൾ അത് വിശകലനം ചെയ്യണം. കാരണം അഫാന്റെ അമ്മ ഷെമി എന്ന സ്ത്രീ, അതുപോലെ തന്നെ ഭർത്താവ് റഹീം ഇന്നൊരു അഗതി മന്ദിരത്തിലാണ് എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യം ചെയ്ത മകൻ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലുമാണ്. അയാളെ പോലീസ് ആദ്യം കസ്റ്റഡി വാങ്ങിച്ചു. അതിനകത്ത് വല്യമ്മയെ കൊന്ന കേസിനകത്ത്, കല്ലറ പാങ്ങോടിലെ കേസിൻ്റെ അകത്ത് കസ്റ്റഡി വാങ്ങിച്ചു. അതിന് അന്വേഷണം കഴിഞ്ഞു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് അഫാൻ്റെ പിതാവിൻ്റെ അനിയൻ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും ആ കേസിൻ്റെ അന്വേഷണവും ഏകദേശം പോലീസ് നടത്തിയെന്ന് കരുതുന്നു. ഇപ്പം ആ വെഞ്ഞാറമൂട് പോലീസ് ഷെമിയുടെ കൊല്ലാൻ ശ്രമിച്ചതും, അതുപോലെ തന്നെ ഇളയ പയ്യൻ്റെ മരണവും ആ പെൺകുട്ടിയുടെ മരണവും അതിലേക്ക് അന്വേഷണത്തിന് കസ്റ്റഡി ചോദിക്കുകയാണ്. ഇന്ന് കസ്റ്റഡി ചോദിക്കുന്നതാണ് അറിയുന്നത്. അത് അടുത്ത ദിവസം പോലീസ് കസ്റ്റഡി കൊടുക്കും. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇതിനകത്ത് ഇതുവരെ വന്നിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കടം കയറിക്കഴിഞ്ഞപ്പം റഹീമിൻ്റെ അടുത്ത് ഷെമി പറഞ്ഞു, നമുക്കങ്ങ് ആത്മഹത്യ ചെയ്യാം, കടം കൊണ്ട് മുടിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു സംസാരം വെളി വരുന്നുണ്ട്. അതിന് റഹീം കൊടുത്ത മറുപടി, നമ്മുടെ വീടും സ്ഥലവും വിറ്റ് നമുക്ക് കടം വീട്ടാം, അങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാം. അതായിരുന്നു റഹീം എന്ന പിതാവിൻ്റെ ആഗ്രഹം. അതുകൊണ്ടായിരിക്കാം ഭാര്യ ഷെമി വീണ്ടും അത് ക്ഷമിച്ച് ഈ മകൻ്റെ പ്രവൃത്തിയിൽ അവനോട് ക്ഷമ കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ കൈവിട്ടുപോയി കാര്യങ്ങളെല്ലാം. മകൻ 5 പേരെ കൊലപ്പെടുത്തി, അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. അയാൾ ഇനി പുറം ലോകം കാണാനുള്ള സാധ്യത വളരെ വിരളമാണ്. ആ കുടുംബത്തിലുള്ള ഇളയ പുത്രൻ മരിച്ചു. ആ കുടുംബത്തിൽ റഹീമിൻ്റെ അമ്മ മരിച്ചു. റഹീമിൻ്റെ സഹോദരനും ഭാര്യയും മരിച്ചു. പിന്നെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചു. ഭാര്യയുടെ കഴിവുകേട് കൊണ്ടാണ് ഈ കടം വന്നത് എന്നൊക്കെ നമ്മളൊക്കെ വായിച്ചു, നമ്മളൊക്കെ പഠിച്ചു. അവരുടെ കഴിവില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം. അതൊക്കെ അവരെ ധാരാളം ആൾക്കാർ വിമർശിക്കുന്നത് കണ്ടു. അവരെ ഒറ്റപ്പെടുത്തി കഴിയുകയും ചെയ്തു. പക്ഷേ ഇന്ന് ഷെമിക്കും അതുപോലെ റഹീമിനും ആശ്രയമില്ല. അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ അവർ രണ്ടുപേരും ഷെൽട്ടർ ഹോമിലെ അഗതി മന്ദിരത്തിലാണ് ഇപ്പോൾ താമസം. അവരൊറ്റപ്പെട്ടു പോയി. അവരെ അങ്ങനെ ഒറ്റപ്പെടുത്തി വിടുന്നത് നല്ലതല്ല. അതിനകത്ത് അപകടം മണക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അത് തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചേ പറ്റുള്ളൂ. അവർക്ക് വേണ്ട സഹായങ്ങൾ ബന്ധുക്കളും നാട്ടുകാരും കൊടുക്കണം. ബാക്കി വിവരങ്ങളൊക്കെ പിന്നാലെ നല്ല രീതിയിൽ വന്നോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ വീട് വിൽക്കട്ടെ, ആരെങ്കിലും വാങ്ങട്ടെ, കടം കുറേയൊക്കെ വീട്ടാം. അവരെ കടം ഉപേക്ഷിക്കാൻ കഴിയുന്നവർ അത് ഉപേക്ഷിച്ച് കളയുക. അല്ലാത്ത കടങ്ങൾ അവർ വീട്ടും. അവരുടെ വീട്ടിൽ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും ഒരു വീടെടുത്ത് കൊടുത്ത് അവരെ താമസിപ്പിക്കാനുള്ള സൗകര്യം നാട്ടുകാരും ബന്ധുക്കളും ചെയ്യണം. അവരെ ഒറ്റപ്പെടുത്തി അവരെ ഇതുപോലെ അഗതി മന്ദിരത്തിലേക്ക് ആക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മാറി ചിന്തിച്ചേ പറ്റുള്ളൂ. സമൂഹത്തിൽ ഇതുപോലെ എല്ലാ വീടുകളിലും പല വീടുകളിലും ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം നടക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ വീട്ടിലും ചിലപ്പോൾ നടന്നുകൂടായികയില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടണം. അത് വിവേകത്തോടുകൂടി, നല്ല തന്മയത്വത്തോടു കൂടി, സധൈര്യം അത് നേരിട്ട് ആ കുടുംബങ്ങളെ മുന്നോട്ട് നയിക്കാൻ വേണ്ട ഒരു സപ്പോർട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് രണ്ടുപേരെ ഒന്നിച്ചാക്കണം. റഹീമും ഷെമിയും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഭാര്യ ഭർത്താക്കന്മാരാണ്, 2 കുട്ടികളുടെ മാതാപിതാക്കളാണ്. അവരുടെ കുടുംബങ്ങളിൽ ഒരു വലിയ ദുര്യോഗം ഇവരുടെ മകൻ മുഖേന ഉണ്ടായിക്കഴിഞ്ഞു. ആ മകനിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം അയാൾക്ക് തീർച്ചയായിട്ടും എന്താണ് പണിഷ്മെൻ്റ് എന്നുള്ള കാര്യം
നമുക്ക് പിന്നീട് അറിയാനൊക്കെ ഉള്ളൂ. എങ്കിൽ തന്നെയും പുറം ലോകം കാണാനുള്ള സാധ്യത വലിയ വളരെ കുറവാണ്. 5 കൊലപാതകമാണ്. അതുകൊണ്ട് ഒരു ജയിൽ ജീവിതം തന്നെ പ്രതീക്ഷിക്കാം. മകനെ കൊണ്ടുവരാനുള്ള ശ്രമം ഈ മാതാപിതാക്കൾ നടത്തരുത്. കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അത് നടക്കാൻ പോകുന്നുമില്ല. അവര് ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവരുടെ വീട് വിറ്റ് കടം കൊടുക്കേണ്ടവർക്ക്, നിവൃത്തിയില്ലാത്തവർക്ക് കടം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു വാടക വീട്ടിലേക്ക് പോവുക. റഹീമിന് ജീവിക്കാൻ അറിയാം. അയാൾ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. നാട്ടിലും തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യാം. അതിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കി അയാളും ഭാര്യയുടെയും ശിഷ്ടജീവിതത്തിനുള്ള സമ്പാദ്യം ഉണ്ടാക്കാനും സാധിക്കും. അത് തന്നെയല്ല, കടം വീട്ടിക്കഴിഞ്ഞാലും കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെ വസ്തുവിലെ വീടിൻ്റെ ബാലൻസ് ഉണ്ടാവും. എങ്ങനെയായാലും കുറച്ച് പോലീസ് കൂടെ ഹെൽപ്പ് ചെയ്ത് അവരെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിപ്പിക്കാനുള്ള സംവിധാനം ചെയ്യണം. കാരണം അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ അഗതി മന്ദിരത്തിലേക്ക് വിടരുത്. അത് വേറൊരു ട്രാജഡിയിലേക്ക് വരാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സംവിധാനം അവരുടെ ബന്ധുക്കളും അവിടുത്തെ സമൂഹവും, അവിടുത്തെ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹവും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അവരെ ഒരു മാനസിക രോഗികളാക്കി വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഈ കേസിൻ്റെ കാരണം, അല്ലെങ്കിൽ 5 കൊലപാതകത്തിൻ്റെ കാരണം എന്താണെന്ന് കൃത്യമായി പോലീസ് കണ്ടെത്തണം. കാരണം അപ്പാൻ പറഞ്ഞത് അതേപടി വിശ്വസിക്കാൻ കഴിയില്ല ആർക്കും. എങ്കിലും അയാൾ പറയുന്നത് ഇത് കടം കൊണ്ട് നിവൃത്തിയില്ലാതെയാണ് എല്ലാവരെയും കൊന്നത്. അത് ചിന്തിക്കുമ്പം പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ തന്നെയാണത്. കടം കൊണ്ട് അയാളെ വീട്ടുകാരെ വധിച്ചാൽ മനസ്സിലാകും. മറ്റുള്ള വീട്ടിലോട്ട് പോയി എന്താണ് കൊന്നത്, അതിനൊന്നൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ കേസിൻ്റെ മോട്ടീവ് പോലീസ് നന്നായി പഠിക്കണം, വിശകലനം ചെയ്യണം. ഇയാളുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകങ്ങളാണ് മനസ്സിലാക്കാനും മറ്റു വീടുകളിലേക്കും സ്വതന്ത്രമായി നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളും അല്ലെങ്കിൽ അല്പം ദൂരെയുള്ള സ്ഥലങ്ങൾ, കല്ലറ പാങ്ങോട് 10, 16, 18 കിലോമീറ്റർ അകലമുണ്ട് വെഞ്ഞാറമൂട്ട് നിന്ന്. അവിടുന്ന് 5-6 കിലോമീറ്റർ അകലമുണ്ട് ലത്തീഫും ഭാര്യയും താമസിക്കുന്ന വീടുകൾ. അപ്പോൾ അവിടെയൊക്കെ നടന്ന മർഡർ തീർച്ചയായിട്ടും എങ്ങനെ പൊരുത്തപ്പെടും മോട്ടീവിനകത്തെന്ന് എനിക്കിന്ന് സംശയം തന്നെയാണ്. അതുകൊണ്ട് പോലീസ് അതിൻ്റെ കാര്യകാരണങ്ങൾ ഓരോന്നും വിശകലനം ചെയ്ത് പഠിക്കണം. ഇയാളുടെ മാനസികമായ ഇയാൾക്കുണ്ടായ ആ സംഘർഷം, അതിൻ്റെ കാരണം എന്താണ്, വേറെ ഏതെങ്കിലും സ്വാധീന ശക്തികൾ അതിനകത്തുണ്ടോ? അതുകൊണ്ട് ഞാൻ അത് തുറക്കം പോലെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇയാൾ ഈ രീതിയിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ പോയത്? അത് 21 വയസ്സുള്ള ഒരാളുടെ മനസ്സിൽ എങ്ങനെ ചേക്കേറി? അതിന് വേറെ പുറത്തുള്ള ഏതെങ്കിലും ഏജൻസികളുണ്ടോ? ആരെങ്കിലും ഇയാളെ സ്വാധീനപ്പെടുത്തിയിട്ടുണ്ടോ? ഇയാളെ ഏതെങ്കിലും മറ്റു രീതിയിലുള്ള അവിചാരക്രിയയിൽ എന്തെങ്കിലും പോയി പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെയുള്ള ആരെങ്കിലും ഒരു ഉസ്താദ് ഇയാളുടെ പിന്നിലുണ്ടോ? അല്ല മറ്റു കമ്മ്യൂണിറ്റിയുള്ള ആരെങ്കിലും ഉണ്ടോ? കാരണം കേരളം മുഴുവൻ നമുക്കറിയാം, പല കേസുകളും പല സന്ദർഭത്തിലും റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ കൂടോത്രവും മന്ത്രവും ഒക്കെ ഉണ്ട്. മലയാളികൾ ശാസ്ത്രബോധം ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള ആണ് കഴിഞ്ഞ 2-4 വർഷത്തെ കേരളത്തിൽ നടന്ന ഇതുപോലെയുള്ള കുരുതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അത് ലാഘബുദ്ധിയോടെ കാണാൻ പറ്റില്ല പോലീസിന്. അത് കൃത്യമായി അതൊരു വിദഗ്ധ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത് ഓരോന്നും വിശകലനം ചെയ്ത് അത് കൃത്യമായിട്ട് ഈ മകൻ്റെ മനസ്സിൽ കൂടെ ഓടിയത് എന്താണ്, എങ്ങനെയാണ് ഈ കൃത്യത്തിലേക്ക് വന്നത്. കാരണം 21 വയസ്സെന്ന് പറഞ്ഞത് 15 വയസ്സ് മുതൽ അയാളുടെ മൈൻഡ് മാറിയിട്ടുണ്ടാവണം. കഴിഞ്ഞ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നോക്കണം. അത് എങ്ങനെയാണ് കഴിഞ്ഞുകൂടി നമുക്കറിയാം. പകല് വീട്ടിൽ തന്നെ ഇരിക്കും, രാത്രി വീട് വിട്ടു പോവും. അതെങ്ങോട്ടൊക്കെ പോയി, എവിടെയൊക്കെ സഞ്ചരിച്ചു, ആരെയൊക്കെ കണ്ടു, അയാൾ വിളിച്ചിരിക്കുന്ന കോൾ ആർക്കൊക്കെയാണ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ പോലീസ് ഈ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതേപ്പറ്റി പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് അതേപ്പറ്റി പഠിക്കണം. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ സ്റ്റെപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ, അന്വേഷണത്തിൻ്റെ മേജർ പോർഷനിലെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇയാളുടെ മോട്ടീവ് കണ്ടെത്തണം കൃത്യമായിട്ട്. അതിലേക്ക് പോലീസ് അന്വേഷിക്കണം. അതിനകത്ത് വിദഗ്ധരുടെ സേവനം തേടണം. എക്സ്പെർട്ടായ പല പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിലുണ്ട്. അവരുടെ സേവനങ്ങൾ ഈ കാര്യത്തിൽ അവർ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അങ്ങനെ ഒരു വിശകലനം ചെയ്ത് കൃത്യമായ മോട്ടീവിൽ എത്തിയ ശേഷം മാത്രമേ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ.